അല്ല, ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് സിനിമ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചുമായിരിക്കും. ഇപ്പം നമ്മൾ ഒരാളെയും വെറുപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണമെന്നിരിക്കുക. രാവിലെ ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സൂര്യ ഉദിക്കുക, പൂ വിരിയുക, ഇത് കാണിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥയോട്. അപ്പോൾ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളോട് അതിനോട് ഐക്യപ്പെടേണ്ടി വരും. അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടോവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നത്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം വർഗീസ് പീറ്റർ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ. ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ്, ഇത് ആർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാകും. ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് 23-ാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് ഒരു സിനിമ കൊണ്ടോ കല കൊണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം, അവരെ ഇൻസ്പയർ ചെയ്യും. അത്രമാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്താ പറയുക, നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. തോട്ട് പ്രൊവോക്കിംഗ് ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് കൂടെ അതിൽ ഉണ്ടാവുക എന്തുകൂടിയാണ് സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോമാറ്റ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലതെങ്കിലും. അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഉള്ളത്, അവരുടെ നീതി എവിടെ പോയി, അവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്, അവർക്ക് പൂർണ്ണമായി നീതി കിട്ടുന്നുണ്ടോ, അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്. ഇപ്പോൾ ആർല ഫാമിൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ. ആർല ഫാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ആദിവാസി സെറ്റിൽമെൻറ്റ് ഫാമാണത്. അബിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. 16 പേരെ കൊന്ന ഒരു ആന അതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നു. അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ നോട്ട് ചെയ്യപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്? ചില സമൂഹങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മളെപ്പോലെ ആക്കണോ? നമ്മളെപ്പോലെ വസ്ത്രം, നമ്മളെപ്പോലെ പാർപ്പിടം, നമ്മളെപ്പോലുള്ള ആഹാര രീതികൾ അതാണോ? അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണോ വേണ്ടത്? ഇതൊക്കെ ചർച്ച ചെയ്യണത് എവിടെയാണ്? ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിന് പറ്റുള്ളൂ. ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനങ്ങളുണ്ട്. അതാണ് സിനിമയുടെ 2 ഭരണകൂടം രാഷ്ട്രീയ ചർച്ച, രാഷ്ട്രീയ വേദിയിലേക്ക് കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ? ചില കഥകളിലേക്ക് എത്താൻ സിനിമകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം, ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയുക അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളതും അവരർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും
അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുവല വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. 2018 എന്ന സിനിമ മനസ്സിൽ ആഴത്തിൽ തട്ടിയ ഒരു സിനിമയാണ് പ്രഷർ. അത് ടോവിയുടെ അഭിനയമാണെങ്കിൽ കണ്ണു നനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഡയറക്ടർ ആണെങ്കിൽ പറയുന്നു, എഡിറ്റർ ആണെങ്കിൽ പറയുന്നു, ഇന്നലെ കണ്ട ഒരാൾ കണ്ണു നനഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ടോവി ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2018 നമ്മുടെ മനസ്സിൽ നമ്മൾ നേരിട്ട് കണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞ മുത്തങ്ങ സംഭവം നിങ്ങളല്ല എന്ന് പറയപ്പെടും. മുത്തങ്ങ സംഭവം നേരിട്ട് കാണാത്ത ഒത്തിരി കണ്ടു, പത്രങ്ങൾ വായിച്ചവരുണ്ട്. ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്ന പറയുന്നത് പത്രം പോലും വായിക്കാത്ത ചില എന്റെ പ്രായത്തിൻ്റെതാണ് ഞാൻ പറയുന്നത്. ആ സംഭവം ടോബി അഭിനയിക്കുമ്പോൾ ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കണ്ണു നനയില്ല. ഷമീറിപ്പോ പറയാണ് അവിടെ ഇന്നലെ വന്ന് കണ്ണു കഴിഞ്ഞപ്പോൾ അവർ കണ്ണു നനഞ്ഞു എന്ന് പറയുമ്പോൾ ആ മാതിരി ഒരു സീനായിരിക്കും ഒരു ടോബി. അത് നമ്മൾ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് വെച്ചാണല്ലോ. അത് നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ അങ്ങനെയാണോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ അങ്ങനെ വിലയിരുത്താറില്ല. അങ്ങനെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വാലിഡേഷൻ, ഞാൻ ആഗ്രഹിക്കുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓഡിയൻസ്. ആ സംവിധായകനും എഴുത്തുകാരനുമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവർ ഇതിൽ സംതൃപ്തരാണോ, അവരാഗ്രഹിച്ച പോലെ അവരാഗ്രഹിച്ചതിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എൻ്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് പോർട്രേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫും നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥ വായിച്ച സമയം മുതലേ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു സമയം വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല, സംസാരിക്കാതിരുന്നിട്ടില്ല. അതുവരെയും എപ്പോഴൊക്കെ ഞാനും അനുരാജും സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനിൽ ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻസിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ സമയത്ത് വയനാടായിരുന്നു ഷൂട്ട്. ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട്, പിന്നെ എൻ്റെ അവിടുത്തെ വയനാട്ടിലുള്ള ചെറിയ മലകയറ്റവും അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും. സമയത്തിന് ഉറങ്ങുന്നു, സമയത്തിന് എഴുന്നേൽക്കുന്നു, മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. നമ്മൾ ഇതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിൻ്റെ ഷൂസിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഒരു ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഒരു ടൊവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രമായിട്ട് ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചെറുപ്പം മുതൽ നമ്മൾ വളർന്നവർക്ക് ഒക്കെ. അപ്പോൾ ഇതിൽ അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും കരയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കരയുമ്പോഴും ഒരേ മസിൽസ് തന്നെയാണ് ചലിപ്പിക്കപ്പെടുന്നത്. ഒരേ ടീയർ ഗ്ലാൻഡിൽ നിന്ന് തന്നെയാണ് ഈ കണ്ണീര് വരുന്നത്. നമ്മൾ ഗ്ലിസറിൻ ഇടാതെയും നമുക്ക് കരയാൻ പറ്റും. നമ്മൾ ഈ സിറ്റുവേഷൻസ്, സിനിമയിലെ സിറ്റുവേഷൻസ് ഭയങ്കര ആത്മാർത്ഥമാണെങ്കിലും നമ്മൾ സിനിമ കണ്ട് കരയുന്ന ആൾക്കാരല്ലേ. ഞാൻ പുസ്തകം വായിച്ചിട്ട് അതിനകത്തൊരു ഇമോഷണൽ സീക്വൻസ് വന്നാലും കണ്ടെന്ന് പറയുന്ന ആളാണ്. അപ്പം അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറച്ചും കൂടെ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇച്ചിരി ലോങ് ടേക്ക് ആയിരുന്നു. സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ടായിട്ടായിരിക്കും അതിനിടയ്ക്ക് വേറെ ഷോട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലും നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർ ആയപ്പോൾ അന്ന് ഞാനും ആ മൂഡിലായിരുന്നു. മൊത്തം റൂം കുറച്ച് സൈലന്റ് ആയിരുന്നു. എടുക്കാൻ പോകുന്ന സീൻ ഇതാണെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് അങ്ങനെ വന്നത് നമ്മൾ ഈ സീൻ പെർഫോം ചെയ്ത് ത്രൂ ഔട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അനുരാജ് സാധാരണ കട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കട്ട്. അപ്പൊ ഈ കട്ട് കണ്ടപ്പോൾ നമുക്ക് അനുരാജിന്റെ ശബ്ദമിടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് PWD എനിക്ക് അവാർഡ് തന്നു. നീ ഹനുമാനല്ല സുലൈമാനല്ല ഹനുമാനാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. അതാണ് നമ്മൾ സിനിമ ഇറങ്ങിയതിനു ശേഷം വരുന്ന റെസ്പോൺസുകളേക്കാൾ ഓൺ ദ സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ്
ചില സമയത്ത് അങ്ങനത്തെ കയ്യടികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അനുരാജന്റെ സുഹൃത്താണ്, അനുരാജ് ആ സിനിമയുടെ സംവിധായകനാണ്. അതുകൊണ്ട് ചിലപ്പോൾ അനുരാജന് കുറച്ചും കൂടി ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ആ സമയത്ത് എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് കരച്ചിൽ വന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജ്ജമായിരുന്നു. അത് തന്നെയാണല്ലോ ഒരു അപ്രിസിയേഷനാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത്, മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഈ സിനിമയിലുണ്ടായിരുന്നു. ഓരോ സീനുകളും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക, ഞാനങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് അതിനുള്ള അത്രയും ഇൻപുട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇവരാണ് ആ സ്ക്രിപ്റ്റിൽ ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടറൊക്കെ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് മനസ്സിൽ ചെറിയൊരു ധാരണ ഉണ്ടാവും. പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പല ഇൻഹിബിഷൻസും മറന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അനുരാഗ്, ഈ ഇതിലെ പാട്ട് തന്നെ ഇപ്പം ട്രെൻഡിങ്ങിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിങ്ങനെ അതിന്റെ പാട്ടുകൾ തന്നെ നമുക്ക് പിന്നെ കേൾക്കാനായിട്ട് ഇഷ്ടം തോന്നുന്നു. അങ്ങനത്തെ ലെവലാണ് മ്യൂസിക്കിനെ കുറിച്ച് അതും പറയാം. അല്ല, ജയക്ഷേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഷൂട്ട് കഴിഞ്ഞ് ഷമീർ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് ആണല്ലോ നമ്മൾ മ്യൂസിക്കിന് ഇത് പിച്ച് ചെയ്യുക. അപ്പം ജയക്ഷേട്ടനായിട്ട് ഓരോ റീൽ വൈസാണ് മ്യൂസിക് ചെയ്തു പോകുക. അപ്പോൾ ഓരോ റീൽ കഴിയുന്നതനുസരിച്ച് സിനിമയുടെ സ്വഭാവം മാറുന്നതിൻ്റെ ഇൻപുട്ട് എനിക്ക് ജയക്ഷേട്ടന് കിട്ടുന്നുണ്ടായിരുന്നു. ആ റീലിൽ ഇമോഷൻ അല്ലെങ്കിൽ റീൽ ക്യാബോസ് നടക്കുന്നുള്ളതിൻ്റെ മുകളിൽ തന്നെ. അപ്പം നമ്മൾ സിനിമ കണ്ട കൂട്ടരിൽ ആദ്യം ശരിക്കും ഷമീർ ആണ് ആദ്യം ഇത് നമ്മൾ 3 മണിക്കൂറുള്ള ഫുട്ടേജിനെ 2:20 ആക്കുന്നത് ഷമീറാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു. അതിനുശേഷമാണ് ജയക്ഷേട്ടൻ ഇന്നാവുന്നത്. ജയക്ഷേട്ടൻ ഇന്നാവാൻ കുറച്ച് തുടക്കത്തിൽ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ വൺസ് പുള്ളി ഇന്നായി കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് സംഭവിച്ച മാജിക്ക് ശരിക്കും എന്നെ തന്നെ ഭയങ്കരമായിട്ട് വിസ്മയപ്പെടുത്തിയ ചില ഏരിയാസൊക്കെ ആ സിനിമയിലുണ്ട്. അപ്പം ത്രൂ ഔട്ട് ജയക്ഷേട്ടനെ പോലത്തെ ഒരു ടെക്നീഷ്യൻ അതിനെ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുക മാത്രമല്ല, ഇപ്പം തുടരെ സിനിമകൾ നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ജയക്ഷേട്ടൻ്റെ. അപ്പോൾ അതിൽ തന്നെ ജയക്ഷേട്ടൻ്റെ മ്യൂസിക്കിൽ എനിക്കൊന്ന് ഐവനും കോശിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ ഒരു അടയാളപ്പെടുത്തൽ കൃത്യമായി വരുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇപ്പം ജയക്ഷേട്ടൻ മാത്രമല്ല, ഇതിലൊരു ടെക്നിക്കലി നിൽക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ഷമീറിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, അല്ല എല്ലാവരും ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിനിമ പോകുന്ന സമയത്ത് മറ്റേ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ മികച്ചതാവുക, ഞാൻ മികച്ചതാവുക എന്നുള്ളൊരു മത്സര സ്വഭാവം ഈ സിനിമയ്ക്ക് യാത്രയിലുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ഈ ബാവക്കയുടെ ആയാലും, ബാവക്ക ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ആമ എന്നുള്ള സിനിമയാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. ആമയിൽ ബാവക്ക ഡയറക്ടറായിരുന്നു. അന്ന് മുതലുള്ള പരിചയം. പക്ഷെ ബാവക്ക ശരിക്കും അന്ന് അതിനേക്കാൾ ഊർജ്ജത്തോടു കൂടിയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്തത്. ഇപ്പം ചില സ്ഥലത്ത് നമുക്ക് തീ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി. അപ്പം ബാവക്ക പൈപ്പ് എടുത്ത് ജമ്പ് ചെയ്ത് ചാടി ഇറങ്ങി നനയ്ക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ബാവക്കൻ്റെ ഉള്ളിലത്തെ എനർജി സിനിമയാണ് പുള്ളിയെ നയിക്കുന്നതെന്ന് പറഞ്ഞത്. ഈ വെള്ളത്തിൽ നെഞ്ചടിച്ച് വീണിട്ടുണ്ട് ഒരു വലിയ കാട്ടിൻ്റെ അകത്ത് വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ. ഇപ്പം പ്രണവിൻ്റെ തന്നെ ആയാലും, പ്രണവ് അടക്കമുള്ള മുഴുവൻ അങ്ങനെ എടുത്തു പറയേണ്ടതല്ലാത്ത ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യന്മാരായാലും എടുത്ത എഫേർട്ടിൻ്റെ ഔട്ട്പുട്ടാണ് സിനിമയിൽ വരുന്നത്. അത് എല്ലാവർക്കും അതിൻ്റെ അപ്രിസിയേഷൻ സിനിമ കഴിഞ്ഞിട്ട് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഒരു അധികം സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ ആ ഡെപ്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. ഈ കഥാപാത്രം ആവാനായിട്ട് എവിടെ നിന്ന് ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എവിടെ നിന്ന് റിയൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ എന്തുണ്ടായിരുന്നു? അങ്ങനെ ഇന്നൊരാളെന്നില്ല. നമ്മൾ കേരളത്തിൽ കണ്ട് വന്നിരുന്ന സമര നായകന്മാരും അങ്ങനെ ഒത്തിരി പേരെ ഇന്നൊരാളും മാത്രമായിട്ട് ഞാൻ റെഫറൻസ് എടുത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചധികം പേര് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സമരത്തിനെ നയിക്കുന്ന ട്രൈബിൻ്റെ മുന്നിൽ നിന്ന് അവരെല്ലാവരും ഒരുമിച്ച് നിർത്തി നയിക്കുന്ന ഒരു സ്ട്രോങ് ലേഡിയുടെ ക്യാരക്ടറാണ്. അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ എടുത്തിരുന്നു. ഇപ്പോൾ ന്യൂസിൽ നിന്നാണെങ്കിലും യൂട്യൂബ് ചാനൽസുകളിൽ നിന്നാണെങ്കിലും. പിന്നെ കൂടുതലും ഭാഷയിലാണ് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം രാവുള ഭാഷയാണ് പ്ലാൻ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കൂടെ അഭിനയിച്ചവർ എല്ലാവരും പണിയ ഭാഷ സംസാരിക്കും. നമ്മൾ പണിയ ഭാഷ സ്ലാങ് ഭാഷ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. കാരണം മലയാളം തന്നെയാണ് അവർ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിൽ തന്നെ നമുക്ക് പ്രസാദ് എന്ന് പറയുന്ന ചേട്ടനോട് കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡബിങ് ടൈമിലാണെങ്കിലും നമുക്ക് ഒരു സ്ലാങ് കറക്റ്റ് ചെയ്യാനൊക്കെ പുള്ളി കൂടെ നിന്ന് എഫോർട്ട്
അവരും എൻ്റെ ഒപ്പം തന്നെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ എഫേർട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയതല്ല, കാരണം എനിക്ക് അത്രയും സപ്പോർട്ട് ഇപ്പം അനുരാജും പിന്നെ മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ AD ടീം ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ ദൂരെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള ഈ മൂവിയുടെ AD ടീംസ് ആണെങ്കിലും ഓടിയെന്ന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനും പഠിക്കാനൊക്കെ അവരും ഒത്തിരി എഫോർട്ട് എടുക്കും. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ ഒരു മടിയാണ്, പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സിനിമകൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു മുന്നോട്ട് വെക്കാനായിട്ട് തന്നെ മടിയാണോ, അതോ അങ്ങനത്തെ നിയമം സംരക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ആസ് എ ആർട്ടിസ്റ്റ് അത് തോന്നുന്നത്? അല്ല, എന്നും അങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും വരായകളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച, ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആയിപ്പോൾ. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വരുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. കലാകാരന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയും അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങളെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത്, ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഈ സിനിമയെ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ് ഏതെങ്കിലും വരിൽ ചൂണ്ടുകയാണെങ്കിൽ ആ വരിൽ എൻ്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇങ്ങനൊരു ആശയം പറയാനായിട്ട് പറ്റുമെന്ന് വരില്ല. അപ്പം നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യമാണെന്നാണ്, ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ളതാണോ? എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോന് പറയാനുള്ള എന്നെ വായിലേക്ക് കുത്തിയിട്ട് എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളി വരുമെങ്കിലും പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റൂ? അങ്ങനെയൊക്കെ ചോദിക്കണത് ഭയങ്കര മോശമാണ്.